ഈ അമെൻമെൻറ്റ് കൊണ്ടുവരാനുള്ള പ്രധാന കാരണം അതിൻ്റെ ദോഷവശങ്ങളാണ്. സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ ഏവർക്കും ഒരു ആക്റ്റിൽ അഗ്രീവ്ഡ് പേഴ്സൺസ് അല്ലെങ്കിൽ അവരെ ബാധിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് അവസാനത്തെ ആശ്രയം കോടതികളാണ്. ഈ വഖഫ് ആക്ട് പ്രകാരം 1955 കൊണ്ടുവന്ന അമെൻമെൻറ്റ് പ്രകാരം ഒരാൾക്കും അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒക്കില്ല എന്നുള്ള വളരെ ന്യൂനതയായിട്ടുള്ള ഒരു സംഗതിയാണ് കിടപ്പുള്ളത്. അത് വാസ്തവത്തിൽ ഭരണഘടനയ്ക്ക് അതീതമായ ഒരു സംവിധാനം നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. അതിനൊരു മാറ്റം കൊണ്ടുവരണമെന്ന് അനിവാര്യമാണ്. അതിനാലാണ് അതിന് ഒരു ഭേദഗതി കൊണ്ടുവരാൻ ഒരു ബില്ല് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. വഖഫാണ് എന്ന് ഒരു അവകാശം ഉന്നയിച്ചാൽ, വാക്കാൽ പോലും അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് വഖഫ് പ്രോപ്പർട്ടി ആയി അതിനകത്ത് സർക്കാരിനോ റവന്യൂ വകുപ്പിനോ ഒരാൾക്കും നേരിട്ട് ഇടപെടാൻ കഴിയില്ല. അത് വഖഫ് ട്രിബ്യൂണലിൽ വേണം അതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ. ആ വഖഫ് ട്രിബ്യൂണലിൽ അത് സ്ഥാപിച്ചെടുക്കേണ്ട ചുമതല ഏരയ്ക്കാണ്, അല്ല വാദം ഉന്നയിച്ച ആളുകൾക്കല്ല. അപ്പോൾ വാദം ഉന്നയിച്ചത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യാതൊരു രേഖകളും ഹാജരാക്കേണ്ട. അതേസമയം ബാധിക്കപ്പെട്ട ആളുകളാണ് അത് ചെയ്യേണ്ടത്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് മുനമ്പം. മുനമ്പത്ത് എത്ര കുടുംബങ്ങൾ ഇന്ന് മുസ്ലിം പാവപ്പെട്ടവരടക്കം ഇന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയോ കാലമായിട്ട്. ഇതിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രശ്നമല്ല, സാമൂഹികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിന് സാമൂഹികമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ബില്ലിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കാത്തലിക്സ് ബിഷപ്പ് കൗൺസിൽ ഉൾപ്പെടെ അവരുൾപ്പെടെ എല്ലാവരും, എല്ലാ എംപിമാരും ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്ന് വരെ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടുള്ളത്.